കൊറോണയിൽ ഇറാൻ ഇപ്പോൾ വലയുന്ന സാഹചര്യമാണ് ഉരുവായിരിക്കുന്നത്. ഡെപ്യൂട്ടി ആരോഗ്യമന്ത്രിക്കും രോഗം സ്ഥിരീകരിച്ചതായുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നു. ഇറാന്റെ ആരോഗ്യവകുപ്പ് സഹമന്ത്രിക്കും കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചൊവ്വാഴ്ച നടത്തിയ പരിശോധനയിലാണ് ഫലം പോസിറ്റീവായി മാറിയത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ഇറാനിൽ വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാനിൽ തിങ്കളാഴ്ച സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ ഇടയ്ക്കിടെ ചുമച്ച അവശനായാണ് സർക്കാർ പ്രതിനിധിയായ അലി റബായിയോട് ഇറാൻ സഹ ആരോഗ്യമന്ത്രി ഹാരിർഷി എത്തിയത്. പത്രസമ്മേളനത്തിൽ ക്വാമിലെ ഷൈറ്റ്ഷെറൈൻ നഗരത്തിൽ 50 പേർ കൊറോണ വൈറസ് ബാധ കാരണം മരിച്ചെന്ന ഒരു നിയമജ്ഞന്റെ വാദത്തെ എതിർക്കുകയും വാദം തെളിയിച്ചാൽ മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും ഹാരിർഷി പറയുകയും ചെയ്തിരുന്നു. ഇറാനിലെ ദേശീയ മാധ്യമത്തിൽ സംപ്രേഷണം ചെയ്ത വീഡിയോയിൽ വൈറസ് ബാധ കാരണം ആശുപത്രിയിൽ പ്രവേശിച്ച ഹാരിർഷി ധീരവും നിശ്ചയദാർഢ്യത്തോടെയുമാണ് പെരുമാറിയത്. ഞാനും കൊറോണ വൈറസ് ബാധയുടെ പിടിയിലാണ്. കഴിഞ്ഞ രാത്രി മുതൽ എനിക്ക് പനി പിടിപെട്ടു. പരിശോധനയിൽ ഫലം പോസിറ്റീവാണ്. സുരക്ഷിതമായ സ്ഥലത്ത് മുൻകരുതലുകളോടെ ഞാൻ ചികിത്സയിലാണ്. വൈറസ് ബാധ സ്ഥിരീകരിച്ചതായും വാർത്ത പുറത്തു വന്നതാണ്. ഇതുവരെ ഇറാനിൽ 15 മരണവും 95 വൈറസ് ബാധിതരുമാണ് ഉള്ളതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇറാനിൽ ക്വാമിലാണ് കൂടുതൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ക്വാമിൽ നിന്നും 16, ടെഹ്റാനിൽ നിന്ന് 9, അൽബ്രോസിലും ഗിലാനിലും മസാൻഡറിലും 2 വീതവും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഇറാൻ മന്ത്രിസഭയുടെ വക്താവായ കിയാനൌസ് ജഹാൻപർ പറഞ്ഞു. വൈറസ് ബാധ സ്ഥിരീകരിച്ച നഗരങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറല്ലെന്നും അത് പ്രാകൃത രീതിയാണെന്നും ഇറാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായ സയ്യിദ് നമാക്കി വ്യക്തമാക്കി. ഇറാൻ ജനത തിരിച്ചറിവുള്ളവരാണെന്നും അതിനാൽ വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ അവരെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നാൽ ഇറാനിലെ ഇത്തരം സാഹചര്യം മുൻനിർത്തി ഗൾഫ് മേഖലകൾ പലരും അതിർത്തികൾ അടയ്ക്കുകയുണ്ടായി. കര വ്യോമ അതിർത്തികളാണ് ഇതിനോടകം തന്നെ റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.